2014 മാർച്ച് 8 മലേഷ്യൻ സമയം 12:25. നല്ല നിലാവുള്ള ഒരു രാത്രിയായിരുന്നു അത്. മലേഷ്യ എയർലൈൻസിൻ്റെ MH370 എന്ന വിമാനം കോലാലംപൂർ വിമാനത്താവളത്തിൽ നിന്നും ബീജിംഗ് ലക്ഷ്യമാക്കി പറന്നുയർന്നു. എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം പതുക്കെ അതിൻ്റെ ക്രൂയിസിംഗ് ആൾട്ടിറ്റ്യൂഡായ 35,000 അടിയിലേക്ക് കുതിച്ചുയർന്നു. അന്ന് ആ വിമാനം പറത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസറായി ഫാരിഖ് മുഹമ്മദ് ആയിരുന്നു. സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു രണ്ടാമത്തെ ആൾ. കൂടാതെ 10 ക്യാബിൻ ക്രൂ അംഗങ്ങളും 227 യാത്രക്കാരും വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. വിമാനം പറന്നുയർന്ന് ഏകദേശം 30 മിനിറ്റ് കൊണ്ട് മലേഷ്യ വിട്ട് വിയറ്റ്നാം വ്യോമാതിർത്തിയിലേക്ക് കടന്നു. പിന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ രഹസ്യമായി മലേഷ്യ എയർലൈൻസ് മാറിയത്. അതായത് അതിനുശേഷം ആ വിമാനത്തെക്കുറിച്ച് പിന്നീട് യാതൊരു അറിവും ലഭിച്ചില്ല. വിമാനത്തിലെ ഒരു സാങ്കേതിക ഉപകരണങ്ങളും പിന്നീട് പ്രവർത്തിച്ചിട്ടില്ല. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം റഡാറിൽ നിന്നും ആ വിമാനം അപ്രത്യക്ഷമായി. പക്ഷേ മിലിറ്ററി റഡാറുകളിൽ ആ വിമാനത്തിൻ്റെ സിഗ്നലുകൾ ഏതാനും നേരത്തേക്ക് കൂടി പതിഞ്ഞിരുന്നു. അത് പരിശോധിച്ചതോടെ ഭീതി വർദ്ധിച്ചു. കാരണം വിമാനം പോകേണ്ട ദിശയിൽ നിന്നും മാറി മലേഷ്യയ്ക്ക് കുറുകെ ആൻഡമാൻ കടലിന് നേരെ വിമാനം തിരിച്ചു പറന്നിരിക്കുന്നു. വിമാനം ബീജിംഗിൽ എത്തേണ്ട സമയം കഴിഞ്ഞതോടെ വാർത്ത ലോകമെമ്പാടും പരന്നു തുടങ്ങി. സമയം പുലർച്ചെ 1:21. വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട് അപ്പോഴേക്കും 39 മിനിറ്റ് കഴിഞ്ഞിരുന്നു. തൻ്റെ സ്ക്രീനിൽ നിരവധി വിമാനങ്ങളുടെ ട്രാഫിക് സിഗ്നലുകൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കോലാലംപൂർ എയർ ട്രാഫിക് കൺട്രോളർ MH370യുടെ സിഗ്നൽ നഷ്ടപ്പെട്ടത് ശ്രദ്ധിച്ചില്ല. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും ആ വിമാനം കോലാലംപൂർ റഡാറുകളുടെ പരിധി വിട്ട് വിയറ്റ്നാമീസ് വ്യോമാതിർത്തിയിലേക്ക് കടന്നുപോയി കാണുമെന്ന് ഊഹിക്കുകയും ചെയ്തു. അതേസമയം അപ്പുറത്ത് വിയറ്റ്നാമീസ് കൺട്രോളർ റഡാറുകളിൽ അവരുടെ വ്യോമാതിർത്തിയിലേക്ക് ഈ MH370 കടന്നു വരുന്നത് കണ്ടിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം ആ വിമാനം റഡാറിൽ നിന്ന് മറഞ്ഞു. അവർ വിമാനവുമായി ബന്ധപ്പെടാൻ നിരന്തരം ശ്രമിച്ചെങ്കിലും നടന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ കോലാലംപൂരിലേക്ക് ഫോൺ വഴി ബന്ധപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും അവർ ഏറെ വൈകിയിരുന്നു. വിമാനം റഡാർ സ്ക്രീനിൽ നിന്നും മാഞ്ഞുപോയി. 18 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ വിവരം കോലാലംപൂരിലേക്ക് അറിയിക്കുന്നത്. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370, അതായിരുന്നു ലോകം MH370 എന്ന വിമാനത്തിൽ നിന്ന് കേട്ട അവസാന കമ്മ്യൂണിക്കേഷൻ. പിന്നെ നടന്നത് MH370 എന്ന വിമാനത്തിന് വേണ്ടിയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ തിരച്ചിലുകളായിരുന്നു. ആദ്യഘട്ട അന്വേഷണങ്ങൾ ദക്ഷിണ ചൈന സമുദ്രം കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ ദിവസങ്ങൾക്കകം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം വെളിച്ചത്ത് വന്നു. എയർ ട്രാഫിക് കൺട്രോളർ ടവറുകളിൽ നിന്നും ശേഖരിച്ച ഡേറ്റയും മലേഷ്യൻ എയർഫോഴ്സിൻ്റെ രഹസ്യ വിവരങ്ങളുമൊക്കെ ചേർത്ത് വെച്ച് വിശകലനം ചെയ്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. MH370 വിയറ്റ്നാം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായതിനു പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ അത് തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു. അവിടെ നിന്നും അത് മലായ് പെനിൻസുലയിലൂടെ വിയറ്റ്നാം ദ്വീപ് വഴി പറന്നിരുന്നു. അവിടെ നിന്നും വടക്ക് പടിഞ്ഞാറ് മലാക്ക വഴി ആൻഡമാൻ കടലിലേക്കാണ് വിമാനം പോയിരുന്നത്. അവിടെ വച്ച് റഡാറുകളിൽ നിന്നൊക്കെ മാഞ്ഞു പോകുകയും ചെയ്തു. അതായത് ഏകദേശം 1 മണിക്കൂർ നേരം ആ വിമാനം ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഇതൊരു ഹൈജാക്കിംഗ് അല്ല എന്ന് ഉറപ്പിച്ചു. കൂടാതെ പൈലറ്റ് സൂയിസൈഡ് പോലെ ഒരു സാഹചര്യവും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. പിന്നെ എന്താണ് അന്ന് സംഭവിച്ചത്? വിമാനം തകർന്നെന്ന് സ്ഥിരീകരിക്കാനാകുന്ന തരത്തിൽ അവശിഷ്ടങ്ങളൊന്നും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ വിമാനത്തിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ ആഫ്രിക്കൻ വൻകരയുടെ തീരങ്ങളിലും മഡഗാസ്കർ, മൗറീഷ്യസ് ദ്വീപുകളിലും കണ്ടെത്തിയതായി വിവരങ്ങളുണ്ട്. 2015 ഇന്ത്യൻ ഓഷ്യൻ്റെ ഫ്രഞ്ച് ദ്വീപിലെ റിയൂണിയൻ തീരത്ത് ഒരു വലിയ വസ്തു അടിഞ്ഞിരുന്നു. ഇത് ബോയിങ് 777 ഫ്ലാപ്പർ ആണെന്ന് അനുമാനിക്കുന്നു. 2016 ഫെബ്രുവരിയിൽ മൊസാംബിക് തീരത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസും നോസ്റ്റപ്പ് എന്നെഴുതിയ ഒരു അലൂമിനിയവും അടിഞ്ഞിരുന്നു. ടാൻസാനിയൻ ദ്വീപിലടിഞ്ഞ ഒരു വിമാനത്തിൻ്റെ വിങ് ഫ്ലാപ്പ് ബോയിങ് 777 എന്ന് ഓസ്ട്രേലിയൻ സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു.
എന്നാൽ ഇത് MH370യുടേതാണെന്ന് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നതാണ് സത്യം. അതിനാൽ തന്നെ ഈ വിമാനത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറികൾ നിലവിലുണ്ട്. അതിലെ ഏറ്റവും വ്യാപകമായ ഒരു തിയറി വിമാനത്തിൻ്റെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്താൽ സാധാരണഗതിക്ക് ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും വിമാനം ഉണ്ടാവുക. ഇവിടെ വ്യക്തമാവുന്ന കാര്യം, വിമാനത്തിൻ്റെ 2 പൈലറ്റുമാരിൽ ഒരാൾ മറ്റേയാളെ കോക്പിറ്റിൽ വെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ കോക്പിറ്റിന് പുറത്താക്കി വാതിലടയ്ക്കുകയോ ചെയ്ത ശേഷം വിമാനത്തെ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാറ്റി വിമാനത്തിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തിരിക്കാം. അതേ ആൾ തന്നെ ക്യാബിനെ ഡീപ്രഷറൈസ് ചെയ്തിട്ടുണ്ട് എന്നും സാഹചര്യ തെളിവുകൾ സൂചിപ്പിക്കുന്നു. ഡീപ്രഷറൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി സാധാരണയിൽ കൂടിയ ഉയരത്തിലേക്ക് വിമാനത്തെ പെട്ടെന്ന് ഉയർത്തുകയായിരുന്നു. 13,000 അടി ഉയരത്തിൽ 15 മിനിറ്റ് നേരത്തേക്കുള്ള ശ്വാസവായു മാത്രമേ ഓക്സിജൻ മാസ്കിന് ഫലപ്രദമായി നൽകാൻ ആവുകയുള്ളൂ. ഡീപ്രഷറൈസ് ചെയ്യപ്പെട്ടപ്പോൾ വിമാനം പറന്നിരിക്കുന്ന ഉയരമാകട്ടെ 1-2 മിനിറ്റിനകം തന്നെ ക്യാബിനിലെ ഒരുവിധം എല്ലാവരെയും നിമിഷങ്ങൾക്കുള്ളിൽ വീർപ്പും മുട്ടിച്ച് കൊന്നുകളയാൻ കഴിവുള്ളതും ആണ്. എന്നാൽ കോക്പിറ്റിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ വേറെയാണ്. അതിന് മണിക്കൂറുകൾ പ്രവർത്തിക്കാൻ വേണ്ട സിലിണ്ടറുകൾ ഉണ്ട്. ഇതാണ് വിമാനത്തിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു തിയറി. ഇത്തരത്തിൽ ഒരുപാട് തിയറികളുണ്ട്. 4 വർഷം നീണ്ടുനിന്ന തിരച്ചിലിനും അന്വേഷണത്തിനും ശേഷം 495 പേജുള്ള ഒരു റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടു. എന്നാൽ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് മാത്രം കണ്ടെത്താനായില്ല. വർഷങ്ങൾക്കിപ്പുറം ഇന്നും മലേഷ്യൻ എയർലൈൻസിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല.